ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. രാവിലെ തന്നെ നമ്മുടെ വർഷ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വരുവാണ് കേട്ടോ. ഇന്ന് വർഷ നേരത്തെ എഴുന്നേറ്റു എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ എഴുന്നേറ്റു, ശ്രീകാന്ത് എഴുന്നേറ്റില്ലെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി. ഇല്ല, ശ്രീകാന്ത് ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നത്, എഴുന്നേറ്റില്ല എന്ന് വർഷ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി ആണെങ്കിൽ വർഷയ്ക്ക് കോഫി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ വർഷ കോഫി എടുത്തോളാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ചോദിക്കുന്നത് ആന്റിക്ക് രേവതി കോഫി കൊടുത്തോ എന്നുള്ള കാര്യമാണ്. ഞാൻ കോഫി കൊണ്ടുപോയി കൊടുത്തു, പക്ഷെ എന്നെ ചീത്ത പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോ ആന്റിയുടെ ദേഷ്യം ഇനിയും മാറിയില്ലെന്നാണ് വർഷ ചോദിക്കുന്നത്. അങ്കിള് ആന്റിയുടെ അടുത്ത് സംസാരിക്കുന്നില്ലല്ലോ, പാവം. അതിന് എന്തിനാണ് രേവതി ചേച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? സച്ചി കുറച്ച് ഓവറായിട്ട് സംസാരിച്ചല്ലോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അതിന് സച്ചിയുടെ അടുത്തല്ലേ ദേഷ്യപ്പെടുന്നത്, അതിന് രേവതി ചേച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യമെന്നാണ് വർഷ ചോദിക്കുന്നത്. ന്യായം ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആന്റി നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്താണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട്. അതെന്താ വർഷ നീ അങ്ങനെ പറഞ്ഞെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവര് കാരണമാണല്ലോ എല്ലാ പ്രശ്നവും സ്റ്റാർട്ടായത്. സുധിയേട്ടൻ രേവതി ചേച്ചിയുടെ സ്വർണ്ണം എടുത്തില്ലെങ്കിൽ ഈ പ്രശ്നമേ വരില്ലായിരുന്നു. അത് വർഷേ സുധി ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടതാന്നുള്ള കാര്യം പറയുമ്പോൾ അത് സുധിയേട്ടന്റെ ഫൂളിഷ്നെസ് ആണ്. ഇത് കേട്ട് അതിന് മറുപടിയായിട്ട് നമ്മുടെ ശ്രുതി പറയുന്നത് വർഷേ ഇവിടെ ആരും മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയാതെയാണോ രേവതി ചേച്ചിയുടെ സ്വർണ്ണം എടുത്തതെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എന്തിനാണ് എല്ലാവരും കൂടി സുധിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ സത്യമല്ലേ പറഞ്ഞതെന്ന് വർഷ തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്തുവോ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ അടിയുണ്ടാക്കുന്നത്? ഓൾറെഡി ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പോരാഞ്ഞിട്ടാണോ? അച്ഛനും അമ്മയും തന്നെ പരസ്പരം സംസാരിക്കുന്നില്ല, അതിനിടയ്ക്ക് ഇനി നമുക്കിടയിലും കൂടി പ്രശ്നം വേണ്ട. തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട് അങ്കിൾ എവിടെ പോയി എന്നുള്ള കാര്യം. അങ്കിള് വാക്കിങ്ങിന് പോയി. ഞാനും അച്ഛൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു നോക്കി അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വർഷ ചോദിക്കുമ്പോൾ വർഷയെ നമ്മളല്ലേ അവരുടെ പ്രശ്നങ്ങൾ ശരിയാക്കി കൊടുക്കണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രേവതി ചേച്ചി, അത് അവർക്കിടയിലുള്ള പ്രശ്നമാണ്, അത് അവർ ശരിയാക്കിക്കോളൂ. വർഷയെ എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരിക്കലും സംസാരിക്കില്ല. നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ സംസാരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നോക്കിയിരിക്കോ? ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നത് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇതുപോലെ കുറെ കാലമൊക്കെ സംസാരിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് അവർ സംസാരിച്ചോളും, അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാനൊന്നും പോവാറില്ല. നമ്മളിങ്ങനെ അത് നോക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ അവർ സംസാരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് രേവതി പറയുമ്പോഴേക്കും രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട്. രേവതി പറയുന്നത് ശരി തന്നെയാണ്, ആന്റി ഇന്നലെ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് ശരി, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യും എന്നുള്ള കാര്യം. ഞാൻ എന്തായാലും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു, പക്ഷെ അച്ഛനോട് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്നുള്ള കാര്യം തോന്നുന്നില്ല. ഞാൻ പോയിട്ട് അമ്മയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തായാലും എന്നെ ചീത്ത വിളിക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 പേർക്കും കൂടി പോയി സംസാരിച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സംസാരിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ശ്രുതി ആന്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചന്ദ്ര നോക്കുന്നുണ്ട് കേട്ടോ. 3 പേരും കൂടി എന്താ പതിവില്ലാതെ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ ആന്റി ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് വന്നൂടെ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അല്ല, സാധാരണയായിട്ട് നടക്കാത്ത കാര്യമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ ആന്റി, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് അതെനിക്ക് മനസ്സിലായി. എന്താ കാര്യം? ജോലിയെല്ലാം വിട്ടിട്ട് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാന്നുള്ള കാര്യം രേവതിയെ കണ്ടപ്പോൾ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് കേട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി രേവതി ചേച്ചിയാണ് ആന്റിയുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നത്. എന്താ അവള് എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഓൾറെഡി 2 ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം അവള് പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ആന്റി പറഞ്ഞു, ഇനിയും ശ്രുതി 2 ലക്ഷം കൂടി കൊടുക്കാനുണ്ടല്ലോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണേ. തുടർന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ആന്റി എന്തായാലും പോയിട്ട് സംസാരിക്കുക എന്നുള്ള കാര്യം ഞാനിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നില്ലേ, അങ്കിളുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ഇരുന്നിടത്ത് അങ്ങോട്ട് എണീക്കാണ് കേട്ടോ. എന്നിട്ട് എന്തിനാ ഞാൻ പോയി സംസാരിക്കുന്നത്, എന്റെ മുഖത്ത് പോലും നോക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ അടുത്ത് ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എഴുന്നേറ്റ് പോകുന്നു. പുറത്തു പോകുന്ന സമയത്ത് എന്റെ അടുത്ത് പറയുന്നില്ല. ദേ ഇവളല്ലേ ഈ വീട്ടിലെ മഹാറാണി, അവളുടെ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്, അവള് എന്താണോ വിചാരിച്ചത് അത് നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് കുറ്റപ്പെടുത്തുവാണ്. അത് കേട്ട് രേവതി പറയുന്നുണ്ട് അമ്മ ഞാൻ ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ മറ്റൊന്നിനും അല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നീ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതമാണല്ലോ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതിയെ കുറ്റപ്പെടുത്താണ്. അത് കേട്ടിട്ട് വർഷയ്ക്ക് നല്ല റേസ് ആവുന്നുണ്ട് കേട്ടോ. ആന്റി ഇതെല്ലാം തെറ്റാണ്, ഇത് രേവതി ചേച്ചിയുടെ തെറ്റല്ല, രേവതി ചേച്ചിയാണ് വിക്ടിം, നിങ്ങളാണ് രേവതി ചേച്ചിയുടെ സ്വർണം ചോദിക്കാതെ എടുത്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്കും വർഷയാണല്ലോ പറഞ്ഞത്, അപ്പൊ ഉരുണ്ട് കളിക്കാനുണ്ടോ ചന്ദ്ര, അതൊരൊറ്റെണ്ണം മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ്, നമ്മുടെ വീട്ടിലെ സ്വർണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു കൊടുത്താന്ന് ചന്ദ്ര പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആന്റിയുടെ സ്വർണ്ണം എടുത്ത് കൊടുക്കണമായിരുന്നു, അല്ലാതെ രേവതി ചേച്ചിയുടെ സ്വർണ്ണം നിങ്ങൾ എങ്ങനെ എടുക്കുക? അതുപോരാത്തതിന് രേവതി ചേച്ചിന്റെ വീട്ടിലുള്ള ആൾക്കാരാണ് സ്വർണ്ണം മാറ്റിയെന്നുള്ള കാര്യം പറഞ്ഞു, അതും തെറ്റ് തന്നെയല്ലേ? അങ്ങനെ വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതിയും അതുപോലെ
അതുപോലെ രേവതിയൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ തല കുനിച്ച് നിൽക്കുകയാണ്. കാരണം മറ്റു രണ്ട് മരുമക്കളും ഇങ്ങനെ ചോദ്യം ചെയ്യില്ലല്ലോ. വർഷയല്ലേ ആള് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ വർഷ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ആന്റി പോയിട്ട് അങ്കിളിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്ന സമയത്ത് ഞാൻ അതിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും മുഖം തിരിച്ചു പോവില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കഴിയേണ്ട കാര്യമാണെന്നുള്ള കാര്യം വർഷ പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്. അതെ, അമ്മ പോയിട്ട് അച്ഛന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ അതൊന്നും വേണ്ട, ഇത് സിമ്പിൾ ആയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. എന്താ കാര്യം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ആന്റി എന്തായാലും രേവതി ചേച്ചിയുടെ അടുത്ത് മാപ്പ് പറഞ്ഞാൽ മതി. അത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നത് ഇവളാണോ നിനക്ക് ഐഡിയ തന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. കാരണം ചന്ദ്രമതിയെ കൊണ്ട് രേവതിയെ മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷയെ തിരിപ്പിച്ചു വിട്ടതാണെന്നാണ് ചന്ദ്രമതി പറയുന്നത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തുടർന്ന് വർഷ പറയുന്നത് രേവതി ചേച്ചിയല്ല, ഞാനായിട്ട് പറഞ്ഞതാണ്. ഇപ്പത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആന്റി സോറി പറയാത്തതാണ്. ആന്റി എന്തിനാണ് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോ ആന്റി മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് വേണം രേവതി ചേച്ചിയുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ. കേട്ടില്ലേ ശ്രുതി, ഇപ്പൊ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവളുടെ കാലിൽ വന്ന് വീഴണം. അതിന് ഇവള് പ്ലാൻ ചെയ്തിട്ട് നിന്നെയും കൂടി ചേർത്ത് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് രേവതി പറയുമ്പോഴേക്കും കൂട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും എന്ത് നടന്നു കഴിഞ്ഞാലും എല്ലാത്തിനും ഞാനാണോ അമ്മ ബലിയാട്? അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരിക്കാതെ നടക്കുന്നത് കണ്ടിട്ട് വിഷമമുള്ളത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരെയും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വീണ്ടും പറയുന്നത് ആന്റി സോറി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്നുള്ള കാര്യമാണ്. പക്ഷേ വർഷയുടെ അടുത്ത് ചൂടാവാനുണ്ട് ചന്ദ്ര. ഞാൻ എന്തിനാണ് സോറി പറയുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാ തെറ്റും ചെയ്തത് നിങ്ങളാണ്. ആന്റി പാവാണ് എന്നും സുധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം പറയുമ്പോൾ ആന്റി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹസ്ബൻഡിനെ തെറ്റ് ചെയ്യാതെ വിലക്കുകയായിരുന്നു. ആന്റി അത് സപ്പോർട്ട് ചെയ്യലേ ചെയ്തത്, അതുകൊണ്ട് തെറ്റ് തന്നെയാണ്. സോറി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ വരാൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്, അതൊക്കെ വിട്ടേക്ക്. എന്നോട് ആരും സോറി പറയേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്താടി കരുണപ്പിച്ച ഇടുകയാണോ? അമ്മ ശരിക്കും എനിക്ക് വയ്യ. എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും മദ്ദളത്തിന് അടിക്കുന്നത് പോലെ രണ്ട് ഭാഗത്തു നിന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ എന്തിനിങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നീ വെറുതെ പാവത്തെ പോലെ അഭിനയിക്കണ്ട എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചന്ദ്ര പറയുന്ന സമയത്ത് വീട് രേവതി ചേച്ചി ഇപ്പോഴും ആന്റിയുടെ തെറ്റ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ചേച്ചി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് നമ്മൾ വന്ന് സംസാരിച്ചു. ആന്റി സോറി ചോദിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ആന്റി തന്നെ നന്നായിട്ട് തിങ്ക് ചെയ്യും. വാ രേവതി ചേച്ചി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിയിട്ട് വർഷം അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വർഷം അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ അവളുടെ പണക്കാരത്തിന്റെ അഹങ്കാരം കാണിക്കുന്നത്? എല്ലാം ആ പൂ കെട്ടുന്നവള് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് അവളെ ഇപ്പൊ എന്റെ നേർക്ക് തിരിക്കുന്നത്. കണ്ടില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും അവര് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ ആന്റിയെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ആന്റി ആരുടെ അടുത്തും പോയിട്ട് മാപ്പൊന്നും ചോദിക്കണ്ട. പക്ഷെ അങ്കിളുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതിന് രവിയേട്ടൻ എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ, തിരിഞ്ഞു പോവല്ലേ ചെയ്യുന്നത്. ഇനി ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ചീത്തവിളി കേൾക്കേണ്ടി വരും. എപ്പോഴാണോ രവിയേട്ടന് സംസാരിക്കാൻ വേണ്ടി തോന്നുന്നത് അപ്പൊ സംസാരിക്കട്ടെ എന്നാണ് ചന്ദ്ര പറയുന്നത്. എനിക്ക് ഇവിടെ നിൽക്കുന്നതിനോട് തന്നെ താല്പര്യമില്ല, ഞാൻ ബാമന്റെ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തിട്ട് ചന്ദ്ര പോവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മഹേഷും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുന്ന സമയത്ത് ഓൾറെഡി 2-3 ഡ്യൂ ഒക്കെ കെട്ടാനുണ്ടല്ലോ. അത് പോരാത്തതിന് ഇപ്പൊ രേവതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പ് ശബ്ദം ചെയ്തു മോള് റൂം തനിയെ കെട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ച്. ഓൾറെഡി സ്വർണത്തിന്റെ കാര്യത്തിൽ അവൾ അങ്ങനെയല്ലേ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അത് തന്നെ ഇതുവരെ തീർന്നിട്ടില്ല, ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇതും കൂടി. അപ്പൊ രേവതി തന്നെയാണ് ഈ ഐഡിയ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം എപ്പോഴാ തീരുക? നമ്മളെ ശമ്പളം കൊണ്ട് ഇതൊന്നും നടക്കുന്നുള്ള കാര്യം തോന്നില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ അതൊക്കെ ശരിയാവിടെ, നമുക്ക് എന്തായാലും പോയിട്ട് ഓണറെ കാണാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടിയിട്ട് മഹേഷ് അങ്ങ് കയറുവാണ്. കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ ഇപ്പൊ കാശുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ആ ഓടിപ്പോയവനുണ്ടല്ലോ അവൻ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റില്ലേ, അതിന്റെ 2 ലക്ഷം രൂപ കയ്യിലുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ 5 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? അതെ, ബാക്കി പൈസ അവൻ തന്നിട്ടില്ലെങ്കിൽ അവൻ ഞാൻ ആരാന്നുള്ള കാര്യം അറിയുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ഓണറെ കാണാൻ വേണ്ടി പോകുന്നത്. ഓണർ ആണെങ്കിൽ സച്ചിയെ കണ്ടോടെ തന്നെ ഇതിനു മുമ്പ് സച്ചി ഒരാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അവര് കാരണം ഒരു 5-6 കാറിൽ സെയിലായി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. ഇപ്പോ ഞങ്ങൾക്കൊരു കാറിന്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ ഏതാ ഫ്രണ്ട്സിനോ മറ്റോ ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല എനിക്ക് വേണ്ടിട്ടാ. അല്ല നമ്മൾ ഇവിടുന്ന് മേടിച്ച കാറല്ലേ നീ ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല അതിനൊരു കംപ്ലൈന്റും ഇല്ല, ഒരു കാറും കൂടി മേടിക്കാന്ന് വിചാരിച്ചു. എന്തായാലും സച്ചി നല്ല കാര്യമാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ല വണ്ടി തന്നെ കാണിച്ചു തരണേ എന്ന് പറയുമ്പോൾ അതിനെന്താ ഒരു 4 കാറ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഇതാ ആ സൈഡിലുണ്ട്, അവിടെ പോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സച്ചിയും അതുപോലെ മഹേഷും കൂടി ചേർന്നിട്ട് കാറ് നോക്കുകയാണ്. അതിൽ നോക്കിയിട്ട് 2 കാറ് നമ്മുടെ സച്ചിക്ക് ഇഷ്ടാവുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തെടുത്തോളാൻ വേണ്ടി പറയുന്ന സമയത്ത് എനിക്ക് എന്താ ലോട്ടറി അടിച്ചിട്ടുണ്ടോ, എന്തായാലും രേവതിയല്ലേ ഈ ഐഡിയ തന്നത്, അവളുടെ തന്നെ വന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയാന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കുകയാണ് സച്ചി.
സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് എത്രയും വേഗം തന്നെ കാറ് മേടിക്കണ ആ ഷോറൂമിന് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. രേവതി പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ തന്നെ വരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ വരണം എന്ന് പറയാണ്. ഫോൺ വെച്ചിട്ട് രേവതി അങ്ങോട്ട് പുറപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി അപ്പോഴേക്കും ബാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഡോർ തുറന്നു കൊടുക്കുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാലി തുള്ളിയിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. ബാഗൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എന്താ ചന്ദ്ര എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ വരുന്ന ദേഷ്യത്തിലുണ്ടല്ലോ ഒരു 3-4 പേരെ പിടിച്ച് ഇടിക്കണം എന്നൊക്കെ പറയാണ് ചന്ദ്ര. എന്താ ചന്ദ്ര വീണ്ടും നീ രവിയേട്ടനായിട്ട് അടിയുണ്ടാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതിന് രവിയേട്ടൻ എന്റെ അടുത്ത് സംസാരിക്കണ്ടേ. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവരാണെന്നുണ്ടെങ്കിൽ വേറെ വഴിക്ക് പോകുന്നൊക്കെ പറയുമ്പോഴേക്കും ശരി അതൊക്കെ വിട്ടേക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാവുമ്പോൾ ഇങ്ങനത്തെ സഹജമായിട്ടുള്ള കാര്യമില്ല എന്നൊക്കെ മാമ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്റെ ഭർത്താവും എന്റെ കൂടെയുള്ള സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അടിയുണ്ടാക്കും, എന്നിട്ട് സംസാരിക്കാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കും. ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ്, നീ അതൊക്കെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ അത്ര ഫീൽ ആക്കിയിട്ട് എടുക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മരുമകൾ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആര് രേവതിയെ കുറിച്ചിട്ടാണോ പറയുന്നതെന്ന് ഭാമ ചോദിക്കുന്നത്. അല്ല, ഞാൻ അവളെ കുറിച്ചിട്ടല്ല പറഞ്ഞത്. അവസാനമായിട്ടൊന്ന് വന്ന് കയറിയിട്ടുണ്ടല്ലോ ആ പണക്കാരി അഹങ്കാരി, ആര് വർഷയെ കുറിച്ചിട്ടാണോ നീ പറയുന്നത്? അവളെ നീ തലയിലേറ്റിട്ടല്ലേ നടക്കുന്നത്? കോടീശ്വരി മരുമകളല്ലേ അവള്? ആര് അവളെയോ? അവളെ ഞാൻ തൂക്കി വെച്ച് കൊണ്ടാടുന്നുണ്ടെങ്കിലും അവള് എനിക്ക് ഒരു ബഹുമാനം തരുന്നില്ല. എന്താ പറ്റിയെന്നുള്ള കാര്യം ഭാമ ചോദിക്കുമ്പോൾ അവൾ എന്റെ അടുത്ത് എന്ത് വർത്താനം പറഞ്ഞെന്നുള്ള കാര്യം അറിയോ ഭാമ നിനക്ക്? വീട്ടില് സച്ചി മാത്രമാണ് എതിർത്തുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ ഇപ്പൊ വർഷയും അവനെ പോലെ തന്നെയാണ്. ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തതാണ് തെറ്റ് എന്നുള്ള കാര്യം പറയുന്നു. എന്റെ സ്വർണ്ണം എടുത്തിട്ട് ഞാൻ കൊടുക്കേണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെയാണ് അവൾ എന്നെ ചോദ്യം ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, പൂ കിട്ടുന്നവളടുത്ത് ഞാൻ പോയിട്ട് മാപ്പ് പറയണം പോലും. അവൾ എന്നെ എതിർത്ത് സംസാരിക്കുകയും ശ്രീകാന്തിനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലെ വേലക്കാരനെ പോലെയാണ് നടത്തുന്നത്. പണക്കാരെ വീട്ടിലെ പെൺകുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചന്ദ്ര എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് പണക്കാരെ വീട്ടിലെ പെണ്ണ്? ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിലെ വലിയ പണക്കാരെ വീട്ടിലെ കുടുംബത്തിലുള്ള ആളല്ലേ? അവള് എപ്പോഴെങ്കിലും എന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അവൾ എനിക്ക് മര്യാദ തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് അവളെ ഞാൻ നോക്കി എടുത്തോണ്ട് വന്ന മരുമകളല്ലേ, അപ്പൊ അങ്ങനെ തന്നെയായിരിക്കും. എല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എപ്പോഴും ആ വർഷയുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും ഒരു അമ്മായിമ്മയെ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് സംസാരിക്കണമായിരുന്നു അവളടുത്ത്. നടക്കുന്നത് അവള് വലിയ പണക്കാരി മരുമകളല്ലേ, അപ്പോൾ അവളടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എന്ത് പണക്കാരി? ഈ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മാസം 5000 രൂപ എനിക്ക് തരുന്നുണ്ട്. പക്ഷെ ഇവളെ കൊണ്ട് 1 രൂപ പോലും കിട്ടുന്നില്ല. എന്റെ കയ്യിലേക്കാണോ ഇവള് പണമൊക്കെ കൊണ്ട് തരുന്നത്? ഒരു വലിയ വീട്ടിലെ പെണ്ണാണെന്നും പിന്നെ ഒരു മരുമകള്, അത് ചെറിയൊരു പേരിന് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവളെ കൊണ്ട് എനിക്ക് ഉപകാരമൊന്നുമില്ല. ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ രേവതിയുടെ കൂടെ ചേർന്നിട്ട് എന്റെ തലയിൽ കയറിയിട്ട് നിരങ്ങാൻ വേണ്ടി തുടങ്ങും. എന്റെ മകനെയാണെങ്കിൽ അവൾ അടിമയാക്കുകയും ചെയ്യും. എന്തായാലും ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ നീ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ബാബ ചോദിക്കുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തായാലും തീരട്ടെ, അത് കഴിഞ്ഞിട്ട് വർഷയെ ഞാൻ വെക്കേണ്ടടുത്ത് വെക്കും. അവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ അന്ന് ആ നാരങ്ങ ജപിച്ചു വാങ്ങിയില്ലേ ആ സ്വാമി നമ്മുടെ ബാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അവരെന്തിനാ വിളിക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോൾ നോക്കാം എന്താന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ലൗഡ് സ്പീക്കറിൽ ഇടുകയാണ്. അന്ന് ഞാൻ തന്ന നാരങ്ങ ഫലിച്ചോ, ശക്തി മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് ഫലിച്ചു. ചന്ദ്രമതി ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന പോകുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് അവര് പിടിക്കപ്പെട്ടോ എന്നുള്ള കാര്യം. അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ ഒരു നാരങ്ങ കൂടി ജപിച്ചു തരാം, അതിൽ മന്ത്രങ്ങൾ മാറ്റിയിട്ട് ഇതാക്കി തരാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഒരു മാങ്ങ തേങ്ങ ഒന്നും തരേണ്ട കാര്യമില്ല, നിങ്ങൾ നാരങ്ങ നിങ്ങളുടെ തലയിൽ തന്നെ വെച്ചോളാൻ വേണ്ടി പറഞ്ഞിട്ട് ചന്ദ്രമതി ചൂടാവാണ്. അപ്പോഴേക്കും ആ സ്വാമി വിചാരിക്കുന്നുണ്ട് അയ്യോ ഞാൻ കള്ളസ്വാമിയാണെന്നുള്ള കാര്യം മനസ്സിലായോ എന്നുള്ള കാര്യം. പക്ഷെ ബാമ സ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാൻ, നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. സ്വാമിയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഭക്തയെ വെച്ചിട്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് ആ ഭക്തയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു കൊടുത്തതായിരുന്നു, അത് ഫലിച്ചു എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞതെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം ഫലിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിശ്വസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ചന്ദ്രയും അതുപോലെ തന്നെ ബാമയാണ് കേട്ടോ കാണിക്കുന്നത്. ബാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ സ്വാമിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം. ഭയങ്കര ശക്തിയുള്ള ആളാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ കണ്ടല്ലോ അവരുടെ ശക്തി. അപ്പോൾ എന്റെ ഭർത്താവ് എന്റെ അടുത്ത് മിണ്ടാതായില്ലേ, ഇനി എന്തായാലും ഞാൻ ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് ഞാൻ അങ്ങ് നടത്തിക്കോളാം. ആദ്യം ആ ശ്രുതിക്കിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ചന്ദ്ര അങ്ങനെ ഇരിക്കുന്നത്.